എൻ്റെ പേര് സാംസൺ മാത്യു വർഗീസ്. ഞാൻ നീലഗിരി ജില്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക സെൻറ്റ് ജോർജ് മലങ്കര കാത്തലിക് ചർച്ച് ഉപ്പട്ടി, നീലഗിരി ബത്തേരി രൂപത. മാതാവിൻ്റെ ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാനും എന്നെ സഹായിച്ച മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ 2016 MBBS അർമേനിയയിലോട്ട് പോകുന്നത്. മാതാവിൻ്റെ പ്രത്യേകവും അനുഗ്രഹം കാരണമാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. അപ്പം 2022 ആയപ്പോൾ എൻ്റെ 6ാം വർഷം എൻ്റെ ഫൈനൽ ഇയറിൻ്റെ എക്സാമിനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അച്ചാച്ചനും അമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ പറഞ്ഞതിന് പ്രകാരം എനിക്ക് ആ എക്സാം പാസ്സാകണം. അത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുകയില്ല, മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുമുള്ളൂ എന്ന് ഉത്തമ ബോധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ 2022 ജൂലൈ മാസം എൻ്റെ പരീക്ഷകൾ നടക്കുകയായിരുന്നു. അപ്പം അതിൽ പ്രത്യേകിച്ച് ഒരു സർജറി പരീക്ഷേൻ്റെ ഇടയ്ക്ക് ഒരു പ്രത്യേകമായൊരു അനുഭവം ഉണ്ടായി. അവിടുത്തെ പരീക്ഷ ആദ്യം പ്രാക്ടിക്കലുണ്ട്, അതിനുശേഷം കമ്പ്യൂട്ടർ എക്സാം ഉണ്ട്, പിന്നെ വൈവയുണ്ട്. അപ്പം ഈ കമ്പ്യൂട്ടർ എക്സാം എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പം അപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ കാണിക്കും, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പം ഞാൻ സർജറി എക്സാം എഴുതുമ്പോൾ 26 മാർക്ക് വേണം 50-ൽ പാസ്സാകാൻ. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് എൻ്റെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു നിന്നു. അപ്പം എനിക്കെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ 25 ചോദ്യങ്ങൾ ശരിയാക്കി, ഇനി 5 ചോദ്യങ്ങൾ മാത്രം ബാക്കി. അതിൽ ഒരു ഒറ്റ ചോദ്യം മാത്രം ശരിയായാൽ ഞാൻ പാസ്സായി. പക്ഷേ 5 ചോദ്യങ്ങൾ ഓരോന്ന് എഴുതുമ്പോഴും എല്ലാം തെറ്റി അവസാനം ഒറ്റ ചോദ്യത്തിൽ വന്നു നിന്നു. ഒരു നിമിഷം ഞാൻ എന്താ പറയുക, എൻ്റെ കഴിവിൽ എൻ്റെ കഴിവാണ് എന്ന് ഒന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ മാതാവ് എനിക്കത് അല്ല, ഇത് മാതാവ് നടത്തി തരുന്നതാണ് എന്നുള്ള വിശ്വാസം എനിക്ക് അന്ന് തന്നു. അന്ന് ഞാൻ അവസാനത്തെ ആ ചോദ്യം എഴുതി അന്ന് ഞാൻ പാസ്സായി. ഒരുപക്ഷെ അന്ന് മാതാവില്ലായിരുന്നുവെങ്കിൽ ഞാൻ അന്ന് പാസ്സാകില്ലായിരുന്നു. പിന്നെ വീണ്ടും 1 വർഷം കഴിഞ്ഞ് മാത്രമേ ആ പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ ആ പരീക്ഷ എല്ലാം കഴിഞ്ഞു. അങ്ങനെ നാട്ടിലോട്ട് തിരിച്ചെത്തി. അപ്പം ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയത് ഇവിടെ വന്നിട്ട് FMG എക്സാം എഴുതി പാസ്സാകാം എന്നൊരു ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ഞാൻ ആദ്യം ഇവിടെ എത്തിയത്. അങ്ങനെ ഇവിടെ വന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കണം എന്ന് മനസ്സിൽ തീക്ഷ്ണമായി തോന്നി. അങ്ങനെ 2022 ഓഗസ്റ്റ് 19 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഛർദിയും ഭയങ്കര ശ്വാസമുട്ടലും തുടങ്ങി. ഞാൻ FMG എക്സാം എഴുതി അങ്ങനെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലാണ് ആദ്യം ഇവിടെ വന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ വേറെയായിരുന്നു. അപ്പം ഞാനൊരു 8 ദിവസം ഇങ്ങനെ വീട്ടിൽ തന്നെ ഈ ഛർദിയും ഈ ഗുളികകൾ കഴിച്ചു അങ്ങനെ കടന്നുപോയി. പക്ഷേ ഇതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ അന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തുകൊള്ളാം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ അതിൽ ലിവർ എൻസൈംസ് കുറച്ച് കൂടുതലായി കാണപ്പെട്ടു. അപ്പോൾ അവർ സംശയിച്ചു ഇനി വല്ല ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ലിവറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുഴപ്പങ്ങളായിരിക്കാം. അപ്പം അവർ ഫർദർ അൾട്രാസൗണ്ട് എടുക്കാൻ സജസ്റ്റ് ചെയ്തു. അൾട്രാസൗണ്ട് എടുക്കാൻ ചെന്നപ്പോൾ ലിവറിന് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷേ ആക്സിഡൻ്റലി അവർ എൻ്റെ ലങ്സിൽ ഫ്ലൂയിഡ് ഉള്ളതായിട്ട് കണ്ടെത്തി. അങ്ങനെ കോഴിക്കോടുള്ള ആശുപത്രിയിൽ എന്നെ പ്രവേശിപ്പിച്ചു. ആദ്യം എന്നെ ICUവിൽ പ്രവേശിപ്പിച്ചു. അവിടെ ചെന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് 1 മാസം വരെ ICUവിൽ കിടക്കേണ്ടി വരും, 3 മാസം റൂമിലും കിടക്കേണ്ടി വരും, അതിന് ശേഷമേ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ ഒറ്റ കരുണ കൊണ്ട് മാത്രം 3 ദിവസം കൊണ്ട് എന്നെ ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് റൂമിലേക്ക് മാറ്റി. ഒരാഴ്ചയ്ക്ക് ശേഷം എന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അപ്പം ഞാൻ ICUവിൽ കിടക്കുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലും അമ്മയൊക്കെ കാണാൻ വരുമ്പോൾ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എന്ന് രാവിലെ കാണാൻ വരുമ്പോൾ അവർ പോവുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അവർക്ക് അറിയില്ലായിരുന്നു ഞാനിങ്ങനെ ഇവിടുന്ന് പഠിച്ചിട്ട് വന്നതാണെന്നോ അങ്ങനെയൊന്നും അവർക്കറിയില്ലായിരുന്നു. അവർ പലതരം രോഗങ്ങളുടെ കണ്ടീഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പലതരം അനുമാനങ്ങളിൽ അവരിങ്ങനെ എത്തുന്നു. അപ്പോൾ അവർക്ക് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെയൊക്കെ അവർ സീരിയസ് ആയ പല കാര്യങ്ങൾ പറയുമ്പോഴും യാതൊരുവിധ പതർച്ച എനിക്കില്ലായിരുന്നു. അതിനൊറ്റ കാരണം മാതാവ് മാത്രമാണ്.
മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അവർ ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി എന്നൊരു അസുഖം ഡയഗ്നോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടുന്ന് വരുമ്പോൾ ഡോക്ടറെ അവസാനമായിട്ട് കോഴിക്കോട് നിന്ന് കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു വർഷത്തിനുള്ളിൽ ICD വെക്കേണ്ടി വരും, ഇനി കുറേ കാലം കഴിയുമ്പോൾ ഹാർട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും, ഒരു വർഷത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും, അത്രയ്ക്ക് സീരിയസ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ നോക്കുമ്പോൾ ഞങ്ങൾക്കാർക്കും ഒരു ടെൻഷനുമില്ല, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ടെൻഷനില്ല, മറ്റുള്ളവർ ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കൊക്കെ അവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനുമില്ല. എന്നിട്ട് ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു, നിനക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലേ, നീ ഇത്രയും കൊല്ലം പഠിച്ചതല്ലേ, ഞാൻ പറയുന്നത് നിനക്കെന്താ മനസ്സിലാകാത്തതെന്നുള്ള രീതിയിൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് ആ ബലം തന്നത് ഉടമ്പടി ആയതുകൊണ്ട് മാത്രമാണ്, മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുവാൻ വേണ്ടി CMC വെല്ലൂരിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആ സാഹചര്യം, ഡോക്ടർ പറഞ്ഞ സാഹചര്യം തന്നെ മാറി. ഡോക്ടർ പറഞ്ഞു ICD വെക്കണം എന്ന് പറഞ്ഞതൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഹാർട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഗുളികകളൊക്കെ കുറിച്ച് തന്നു. അങ്ങനെ ഞാനിപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റിലാണ്. ഞാൻ ആദ്യം കോഴിക്കോട് ചെല്ലുമ്പോൾ എൻ്റെ പമ്പിങ് ആയിരുന്നു എൻ്റെ കുറവ്. അതേപോലെ എൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഡൈലേറ്റഡ് ആയിരുന്നു. പമ്പിങ് 18% അന്ന്. 1.5 വർഷം മുമ്പ് എൻ്റെ പമ്പിങ് 18%. കഴിഞ്ഞ മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് 34%. ഹാർട്ടിൻ്റെ ഡൈലേറ്റഡായ ഭാഗം കഴിഞ്ഞ 1 വർഷമായിട്ട് 7.12 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിൽക്കുകയായിരുന്നു. അത് 1 വർഷമായിട്ട് അതിലൊരു മാറ്റവും കാണുന്നില്ല, പ്രത്യേകിച്ചൊരു മാറ്റം ഒന്നും കാണുന്നില്ല. അപ്പം എന്താണ് അതിൻ്റെ കാരണമെന്ന് ഒന്നിരുന്ന് മാതാവിനോട് ഒപ്പം ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ എടുത്ത ഉടമ്പടി ഞാൻ കൃത്യമായി പാലിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ മാസം സെപ്റ്റംബറിൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ എൻ്റെ ഉടമ്പടി കൃത്യമായി പാലിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളുടെ വലിപ്പം കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് കുറയാത്ത ഒരേപോലെ ഇരുന്ന് ഒരു വലിപ്പം ഈ ഒരു 3 മാസം എൻ്റെ ഉടമ്പടിയിൽ ഒരു മാറ്റം സംഭവിച്ചപ്പോൾ അത് 5.6 മീറ്ററായി കുറഞ്ഞു. അതേപോലെ അവിടെ ഹാർട്ടിന് നമ്മൾ ടെസ്റ്റ് എടുക്കാറുണ്ട്, NT-proBNP എന്ന് പറഞ്ഞിട്ട്. ഹാർട്ടിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണ്. ആ വാല്യൂ ആദ്യം 1300-ൻ്റെ അടുത്തായിരുന്നു. അത് 300-ൽ താഴെ വരണം എന്നാണ് അവർ പറയുന്നത്. ഒരു വർഷം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ അപ്പുറം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം, പ്രത്യേകിച്ച് എന്നും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉപ്പ് കഴിക്കുകയും പിന്നെ തേൻ കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവർ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഉപ്പുള്ള വസ്തുക്കൾ അധികം ഒന്നും കഴിക്കരുത്, ഉപ്പുള്ള വസ്തുക്കൾ കഴിച്ചാൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ ഞാൻ ഇന്ന് 1.5 വർഷമായിട്ട് മാതാവിൻ്റെ ഉപ്പ് എന്നും കഴിക്കും, 1, 2, 3 പ്രാവശ്യം ഒരു ദിവസം കഴിക്കും. എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കറിയാം ഇപ്പോൾ ഇത് സയൻറ്റിഫിക്കായിട്ടുള്ള നമ്പേഴ്സ് മാത്രമാണ്. മാതാവിൻ്റെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു പൂർണ്ണ സൗഖ്യം ഞാൻ പ്രാപിക്കുമെന്നുള്ളത്, അതുവഴി മാതാവിനെ ഇനിയും മഹത്വപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ അവിടെ അർമേനിയയിലായിരിക്കുമ്പോൾ ഒരു 5-ാമത്തെ വർഷം തൊട്ട് എൻ്റെ കാലുകൾക്ക് ഒരു ബലക്കുറവ് അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനും ട്രീറ്റ്മെൻറ്റിന് പോയായിരുന്നു. പക്ഷേ അതിനൊരു കാര്യമായ മാറ്റം ഒന്നും തന്നെ സംഭവിക്കുന്നില്ലായിരുന്നു. ഈ സെപ്റ്റംബറിൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഇന്നെനിക്ക് ഒറ്റയ്ക്ക് നടന്ന് പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും. വേറെന്ത് കാര്യം ഒന്ന് നടക്കാൻ പോലും എനിക്കൊരു കാലുണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് 1 വർഷം മുമ്പ് ഉറപ്പില്ലായിരുന്നു. പക്ഷേ മാതാവ് കൂടെ വന്ന് വിശുദ്ധ തൈലം ഉപയോഗിക്കുകയും അച്ഛനെ വന്ന് കാണാനും സാധിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ ഉടമ്പടി ഞാൻ കൃത്യമായി പാലിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാലിനും നല്ല മാറ്റം സംഭവിച്ചു. ഇന്ന് ഞാൻ ദിവസവും നടന്നാണ് പള്ളിയിൽ പോണത്. അതേപോലെ FMG എക്സാം ഞാൻ അന്ന് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് 5-6 മാസത്തിൽ ഉടമ്പടി എക്സാം എഴുതി എടുക്കാം എന്നുള്ള പ്ലാനോടെ വന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മുടെ ഹിതം, നമ്മൾ വിചാരിക്കുന്നതല്ല, കർത്താവിൻ്റെ ഹിതം അനുസരിച്ച് നമ്മുടെ ജീവിതം പോവുകയുള്ളൂ എന്നുള്ള ഉറച്ച ബോധം എനിക്ക് തന്നു. നമ്മൾ അധികം ഒന്നും പ്ലാൻ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല, കർത്താവ് നമ്മളെ വഴി നടത്തിക്കൊള്ളും.
കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ കർത്താവ് നമ്മളെ വഴി നടത്തിക്കൊള്ളും. അപ്പം ഞാൻ ആദ്യമായിട്ട് ജനുവരി 2023 FMG എക്സാം എഴുതുന്നത്. അപ്പം ഞാൻ അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പാസ്സായിക്കോളും. അന്ന് ഉടമ്പടിയിലെ കാര്യങ്ങളൊന്നും കൃത്യമായൊന്നും ഞാൻ പാലിക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അപ്പം ആദ്യത്തെ എക്സാം എഴുതി. ഞാൻ പ്രതീക്ഷിച്ചത് എനിക്കൊരു 80 മാർക്കൊക്കെ കിട്ടുകയുള്ളൂ 150. പക്ഷേ മാതാവ് എനിക്ക് 129 മാർക്ക് തന്നു. പക്ഷേ എനിക്ക് തോറ്റയിൽ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാമായിരുന്നു എൻ്റെ ഉടമ്പടിയിലൊരു കൃത്യതയും ഇല്ല. അതുകൊണ്ട് ഒന്ന് മാത്രം കൊണ്ടാണ് ഞാൻ അങ്ങനെ തോറ്റത് എന്ന്. അങ്ങനെ വീണ്ടും ഞാൻ ജൂലൈയിൽ വീണ്ടും പരീക്ഷ എഴുതി. അന്നും ഉടമ്പടി കൃത്യമല്ലായിരുന്നു. ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, എങ്കിൽ പോലും ഉടമ്പടി കൃത്യമല്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കളെ കൊണ്ടായിരുന്നു ഞാൻ പേപ്പർ കൊടുത്തിരുന്നത്. അവരായിരുന്നു എൻ്റെ പേപ്പറും കൊടുത്തിരുന്നത്. അപ്പം അന്നും ഞാൻ തോറ്റു. 134 മാർക്ക് എനിക്ക് ലഭിച്ചു. അപ്പം ഞാൻ അതിന് ശേഷം വീണ്ടും ഞാൻ സെപ്റ്റംബറിൽ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഒരു മാറ്റവും ജീവിതത്തിൽ സംഭവിക്കാത്തത്. അപ്പോൾ അതിന് അച്ഛൻ്റെ പ്രസംഗങ്ങളിൽ നമ്മൾ എപ്പോഴും അച്ഛൻ പറയാറുള്ളൊരു കാര്യം ദൈവസ്നേഹമെന്നാണ്. അപ്പോൾ എനിക്ക് തീരെ ദൈവസ്നേഹമില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ടില്ല. എനിക്ക് ദൈവസ്നേഹം ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും പക്ഷെ അതല്ല. മാതാവ് പറഞ്ഞു നിനക്ക് ദൈവസ്നേഹം ഇല്ല, അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും നടക്കാത്തത്. അതിനുശേഷം ഞാൻ ഉടമ്പടി കൃത്യമായി പാലിച്ചു. ഇന്ന് ഞാൻ പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ പോലും ഈ നിറയെ നേരം പഠിക്കണം, 12 മണിക്കൂർ പഠിക്കണം, 14 മണിക്കൂർ പഠിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയും, അവരൊക്കെ എന്നെ നിറയെ സഹായിക്കാൻ ശ്രമിക്കും. എന്നാലും ഞാൻ എത്ര പഠിച്ചിട്ട് എനിക്കറിയാം, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് എനിക്കൊരു കാര്യമില്ല. എൻ്റെ കൂടെ മാതാവില്ലെങ്കിൽ എനിക്കൊന്നും സാധിക്കുകയില്ല. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി ദൈവസ്നേഹത്തോടെ ചെയ്യാൻ തുടങ്ങി. ഇന്നലെ റിസൾട്ട് വന്നു. 151 മാർക്കോടെ ഞാൻ 150 മാർക്കാണ് വേണ്ടിയിരുന്നത്. ഞാൻ ആഗ്രഹിച്ചത് 150 മാർക്കാണ്. മാതാവ് എന്നെ 151 മാർക്കോടെ പാസ്സാക്കി. ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ എക്സാമിന് 19% ആൾക്കാരെ പാസ്സായിട്ടുള്ളൂ. ആ 19% പേരിൽ മാതാവ് ഉള്ളത് കൊണ്ട് മാത്രം മാതാവ് 38,000 പേർ എഴുതിയ പരീക്ഷയിൽ എന്നെ പാസ്സാക്കി. അതിൽ 19% ആൾക്കാർ മാത്രമേ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കാശ് രൂപവും ഉപ്പും എല്ലാം പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോയിട്ട് അവിടുത്തെ ആ എഴുതുന്ന കമ്പ്യൂട്ടറിലും ആ ഹോളിൻ്റെ പുറത്തും എല്ലായിടത്തും ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഉള്ളിൽ കയറിയത്. ഉടമ്പടി കാശ് രൂപം ആ എക്സാമിനുടനീളം ഞാൻ എൻ്റെ കയ്യിൽ തൊട്ടുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. എക്സാമിൻ്റെ ഓരോ ചോദ്യം കഴിയുമ്പോഴും കർത്താവിനോടും മാതാവിനോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ ചോദ്യം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാതാവിൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പാസ്സാകും എന്നുള്ളത്. ആദ്യം ഞാൻ പേപ്പറൊന്നും അങ്ങനെ അധികം കൊടുത്തിരുന്നില്ല. 1-2 പേപ്പറൊക്കെ എവിടെയെങ്കിലും കൊടുത്തു എന്നുള്ളതായിരുന്നു. പിന്നെ ഈ സെപ്റ്റംബറിൽ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഈ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന അവിടെ ലൈൻസുണ്ട്, പാടി ഉണ്ട്. അവിടെ ധാരാളം പാടികളുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 134 മാർക്ക് വാങ്ങി തോറ്റപ്പോൾ ഞാനൊന്ന് പറഞ്ഞിരുന്നു, എത്ര മാർക്ക് കിട്ടുന്നോ ജയിച്ചാലും തോറ്റാൽ ഞാൻ അത്രയും പത്രങ്ങൾ ആൾക്കാർക്ക് കൊടുത്തുകൊള്ളാം, അതുവഴി മാതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ അവിടുത്തെ പാടികളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡുകളിലും എല്ലാം കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ വെല്ലൂരാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പം മൈസൂർ വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പം ഒരു കെട്ട് പത്രം അവിടെ കന്നഡക്കാർക്കും കൊടുക്കുവാൻ സാധിച്ചു. നമുക്ക് അറിയുന്ന പോലെ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവർ സന്തോഷത്തോടെ പലരും വാങ്ങി. മാതാവിന് അവർക്ക് ഇഷ്ടമാണെന്നും പലരും പറയുന്നത് കേട്ടു. അതേപോലെ വെല്ലൂർ പോയി അവിടെ പോയി തെലുങ്ക് പത്രങ്ങളും കൊടുക്കുവാൻ കർത്താവ് എനിക്ക് അനുഗ്രഹം തന്നു. അതേപോലെ കാരുണ്യപ്രവർത്തികൾ മാതാവിനോട് ചോദിക്കും. ആദ്യമൊക്കെ കാരുണ്യപ്രവർത്തികൾ നമ്മൾ എന്താ പറയുക, ഒരു ദൈവസ്നേഹത്തോടെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഇന്ന് പക്ഷേ എനിക്ക് ദൈവസ്നേഹത്തോടെ ചെയ്യണം, അത് ചെയ്യാനുള്ള ദാഹം കർത്താവ് എനിക്ക് എന്നും തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാതാവിനോട് തന്നെ ഞങ്ങൾ ചോദിക്കും, മാതാവേ ഏറ്റവും അനുയോജ്യമായ ആൾക്കാരെ നീ കാണിച്ചു തരണമേ. അപ്പോൾ അങ്ങനെ മാതാവ് ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ എല്ലാ മാസവും ആ വ്യക്തിയെ സഹായിക്കാറുണ്ട്. അത് മാത്രമല്ലാതെ ആക്സിഡൻ്റ് ആയവരെയും ദുരിതം അനുഭവിക്കുന്നവരെയൊക്കെ സഹായിക്കാൻ മാതാവ് കൃത്യമായ ആളുകളെ മാതാവ് കാണിച്ചു തരുന്നുണ്ട്.
പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാനിപ്പോൾ എന്നും പള്ളി പോകുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് എനിക്ക് നടന്ന് പള്ളി പോകാൻ സാധിക്കുന്നുണ്ട്. ഒരു വർഷം മുമ്പ് എനിക്കൊരു കാലുണ്ടോയെന്ന് വരെ എനിക്ക് സംശയം തോന്നിയ സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്ന് ഞാൻ നടന്ന് പള്ളി പോയി കുർബാനയ്ക്ക് കൂടാറുണ്ട്. ബൈബിൾ എന്നും വായിക്കാറുണ്ട് അരമണിക്കൂർ. അത് മാത്രമല്ല, ഒരു കൊന്ത പോലും ചൊല്ലാത്ത ഞാൻ ഇന്ന് 4 കൊന്തകൾ ഒന്നിച്ച് ചൊല്ലാറുണ്ട്. അതുവഴി എൻ്റെ പാപ സാഹചര്യങ്ങളെ മറക്കുവാനും അതിൽ നിന്ന് വിട്ടുമാറുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങളും കൃപകളും തന്ന മാതാവിന് 1000 നന്ദി. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം തിരുവചനങ്ങൾ നമ്മോട് പറയുന്നത്, വഞ്ചി തുഴഞ്ഞ് അവശരായ സ്ലീഹന്മാരെക്കുറിച്ചാണ്. നടുക്കടലിലായിരുന്നു തോണി തുഴഞ്ഞ് അവശരാകുന്ന സ്ലീഹന്മാർ. അവശരായ അവരെ കണ്ടിട്ട് ഈശോ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അവരെ കടന്നു പോകാനാണ് ഈശോ ഭാവിച്ചത്. തോണി തുഴഞ്ഞ് അവശരായവരെ കണ്ട് കടന്നു പോകുവാൻ ഭാവിക്കുന്നു എന്നാണ് തിരുവചനം പറയുക. 4-ാം യാമത്തിലാണ് ഈശോ തൻ്റെ ശിഷ്യരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത്. ജീവിതത്തിലെ 4-ാം യാമക്കാർ, ആ 4-ാം യാമക്കാർ ദൈവത്തിൻ്റെ സ്വന്തം ആളുകൾ തന്നെയാണെന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പങ്കുവച്ചത്. തൻ്റെ ഒരു MBBS പാസ്സായി ഇന്നിവിടെ ഈ മകൻ നിൽക്കുമ്പോൾ ആ മകൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, എക്സാമിൻ്റെ അവസരത്തിലൊക്കെ എങ്ങനെയായിരുന്നു, തൻ്റെ കഴിവിൽ ഒരു നിമിഷം ആശ്രയിച്ചപ്പോൾ എങ്ങനെയാണ് ആ മകന് പിന്നീട് എക്സാമിൻ്റെ ആ സമയത്ത് തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് തനിക്ക് തന്നെ തോന്നുന്ന രീതിയിൽ ആ എക്സാം എഴുതുവാനായിട്ട് സാധിച്ചത്. അതായത് തൻ്റെ കഴിവിൽ നിൽക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നു എന്നും, ആ എക്സാം പിന്നീട് പാസ്സാകാൻ താൻ എഴുതിയ ആൻസർ കറക്റ്റാണോ തെറ്റാണോ ഇതൊന്നുമല്ല, എന്നാൽ അമ്മ എന്നെ കൊണ്ട് എഴുതിച്ചു, അപ്പോൾ എനിക്ക് മറ്റ് ആൻസേഴ്സ് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നും എത്ര എണ്ണമാണ് വീണ്ടും തനിക്ക് എഴുതിയിട്ട് ശരിയാകാഞ്ഞതെന്നും, പിന്നീട് ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, ആ ക്വസ്റ്റ്യൻ താൻ എഴുതുമ്പോൾ അതിന് തനിക്ക് ക്ലിയറായിട്ടുള്ള ആൻസർ ആണോ വരുന്നത്, ഇങ്ങനെയുള്ള ഡൗട്ട് എല്ലാം പിന്നീട് വരുമ്പോഴും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് എക്സാം പാസ്സാകുന്നു. പിന്നീടാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് തന്നെ ഏറ്റവും അധികം ഭാരപ്പെടുത്തിയ രോഗത്തിൻ്റെ കാര്യം വരുന്നത്, അസുഖം. ആ അസുഖത്തിൻ്റെ സമയത്തുമൊക്കെ പിന്നീടാണ് ഇവിടെ വന്ന് ആദ്യം ഓൺലൈൻ ഉടമ്പടി, പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നു. എന്നാൽ ഉടമ്പടിയിൽ ആദ്യമൊന്നും അത്രയേറെ വിശ്വസ്തനാകാൻ സാധിച്ചില്ല. കൃപാസന പത്രം നാം കൊടുക്കുന്നത് മറ്റുള്ളവരെ ഏജൻറ്റുമാരാക്കിക്കൊണ്ടാകരുത്. നാം തന്നെയാണ് കൃപാസന പത്രം കൊടുക്കേണ്ടത്. നമുക്ക് വേണ്ടി ആരെയും നാം നിർത്തിയിട്ടല്ല കൊടുക്കേണ്ടത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാളിച്ചകളൊക്കെ ഈ മകനെ മനസ്സിലാക്കുവാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് ഓരോ അസുഖത്തിൻ്റെ ഘട്ടങ്ങളൊക്കെ മാറിപ്പോകുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകില്ല, 1 വർഷമൊക്കെയാണ് ട്രീറ്റ്മെൻറ്റും ICUയും ഒക്കെ ആയിട്ട് ഡോക്ടേഴ്സ് പറയുന്നത്. എന്നാൽ അവിടെയൊക്കെ എങ്ങനെ അതെല്ലാം തീർത്തും അല്ലാത്ത ഒരവസ്ഥയിലേക്ക് വെറും മാസങ്ങൾ കൊണ്ട് തന്നെ ഈ മകന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുവാനും പിന്നീട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം എത്ര പെട്ടെന്നാണ് ഒരു ഫാസ്റ്റ് റിക്കവറി എന്നുള്ളതിലേക്കൊക്കെ വരുന്നത്. അതുപോലെ തൻ്റെ കാലിന് കിട്ടിയ സൗഖ്യം തൻ്റെ ജീവിതത്തെ ആകെ ഉടമ്പടി ഒന്ന് കുലുക്കി മാറ്റി എന്നാണ്. അതായത് വേറൊരു വ്യക്തിയാക്കി മാറ്റി. ഇതിനു മുമ്പുണ്ടായിരുന്ന പൊടിയും മാറാലയും പിടിച്ച ഒരു ജീവിതം, ആ ഒരു ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് ഉടമ്പടി നമ്മെ ക്ലീനപ്പ് ആക്കുന്നത്? നാം ദൈവത്തോടടുക്കുമ്പോൾ നാം തന്നെ ഒരു പുതിയ വ്യക്തികളായിട്ട് മാറുകയാണ്. ആ വ്യക്തിത്വം നമ്മിൽ നിറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെയാണ്. പിന്നീട് വ്യക്തികൾ ബോധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളായി മാറുകയും അവരുടെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെയാണ് കൃപകൾ വർഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഓരോ നന്മകളും ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞു. താൻ ഇന്നൊരു പുതിയ വ്യക്തിയായി മാറിയിരിക്കുകയാണ്. ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനും ഒത്തിരിയേറെ തീഷ്ണതയോടെ ആഗ്രഹിക്കുന്ന
ചെറുപ്പക്കാരായ ഒത്തിരിയേറെ മക്കളാണ് ഓരോ ദിവസവും വന്ന് ഇവിടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കും എല്ലായ്പ്പോഴും സമീപസ്ഥനായിട്ടുള്ള തമ്പുരാൻ്റെ സാന്നിധ്യം നമുക്കും അനുഭവിക്കുവാൻ കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ മകൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളോടെയും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.